നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8-ന് വിധി പറയും. 7 വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്നത്. പൾസർ സുനി 1-ാം പ്രതിയായ കേസിൽ നടൻ ദിലീപ് 8-ാം പ്രതിയാണ്. കോളിളക്കം സൃഷ്ടിച്ച നടിയെ ആക്രമിച്ച കേസിൽ ജസ്റ്റിസ് ഹണിയം വർഗീസിന്റെ ബെഞ്ചാണ് വിധി പറയാൻ ഒരുങ്ങുന്നത്. 7 വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിൽ ഡിസംബർ 8-നാണ് വിധി ദിനമായി തീരുമാനിച്ചിരിക്കുന്നത്. നടൻ ദിലീപ് 8-ാം പ്രതിയായ കേസിൽ പൾസർ സുനിയാണ് 1-ാം പ്രതി. അസാധാരണമായ നിയമ പോരാട്ടമാണ് കേസിൽ നടന്നത്. ഇവിടെ നീതി കിട്ടുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് എത്ര ഫൈറ്റ് ചെയ്തിട്ട് ഇതിന് പല പല ഘട്ടങ്ങളും പലതരത്തിലുള്ള സാധ്യതകളുമുള്ള ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിൽ നീതി ഉറപ്പാകുമെന്ന് വിശ്വസിച്ച് ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടി പോരാടുന്ന ഒരാളാണ് ഞങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് തന്നെ നീതി കിട്ടണം, വേറൊരു സോഴ്സും ഇല്ലല്ലോ, കിട്ടണം എന്ന നിലയിൽ നമ്മൾ ഫൈറ്റ് ചെയ്യാം. 2017 ഫെബ്രുവരി മാസം 17-നാണ് കൊച്ചി നഗരത്തിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത്. 2018 മാർച്ചിൽ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചു. ആദ്യം 7 പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ പിന്നീട് ദിലീപിനെ 8-ാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു. 85 ദിവസം നീണ്ട ജയിൽവാസത്തിന് ശേഷം ദിലീപിന് ജാമ്യം കിട്ടി. 1600ഓളം തെളിവുകളാണ് കേസിലുള്ളത്. 261 സാക്ഷികളെ വിസ്തരിച്ചു. ഇതിൽ സിനിമാ മേഖലയിൽ നിന്നടക്കം പ്രധാനപ്പെട്ട സാക്ഷികളിൽ 28 പേർ കൂറുമാറി. പ്രോസിക്യൂട്ടർ പിന്മാറിയതടക്കം കേസിൽ വലിയ കാലതാമസമുണ്ടാക്കി. 2017 ഫെബ്രുവരിയിൽ അറസ്റ്റിലായ പൾസർ സുനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ജാമ്യം കിട്ടി. വിചാരണ നടപടി വൈകുന്നതിൽ സുപ്രീം കോടതി കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. പ്രധാന തെളിവായ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് വിവാദമായി. ഇതിനിടെയാണ് പ്രധാന സാക്ഷിയായി സംവിധായകൻ ബാലചന്ദ്രകുമാർ എത്തുന്നത്. 2024 ഡിസംബർ 11-ൽ കേസിൽ അന്തിമവാദം ആരംഭിച്ചു. 2025 ഏപ്രിൽ 7-ന് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളി. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ ഭിന്നതയ്ക്കും വിമൻ ഇൻ സിനിമ കളക്ടീവ് എന്ന സംഘടനയുടെ പിറവിക്കും കാരണമായത് ഈ കേസാണ്. ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിനും തുടർ നടപടികൾക്കും കൂടി കേസ് വഴിയൊരുക്കി. 24 കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായുള്ള UDFന്റെ രാഷ്ട്രീയ സഹകരണം സ്ഥിരീകരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും. വെൽഫെയർ പാർട്ടി UDFന്റെ സഖ്യകക്ഷിയല്ല, എന്നാൽ പ്രാദേശിക നീക്കുപോക്കുണ്ടെന്ന് 24ന്റെ ഫോർ ദി പീപ്പിൾ പരിപാടിയിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക തലത്തിലുള്ള ധാരണയും നീക്കുപോക്കും ശരിവയ്ക്കുകയാണ് UDF നേതാക്കൾ. വെൽഫെയർ പാർട്ടി UDFന്റെ സഖ്യകക്ഷിയല്ലെന്നും പ്രാദേശിക നീക്കുപോക്ക് മാത്രമാണെന്നും ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ 24നോട് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഇവരുമായിട്ട് ഒരു രാഷ്ട്രീയ സഖ്യത്തിനും തയ്യാറായിട്ടില്ല. മുന്നണി ഭാഗമൊന്നുമല്ല. പ്രാദേശിക തലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പാണല്ലോ. ഇതിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വല്ല നീക്കുപോക്കുകളും ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അന്ന് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. നേരത്തെ LDFനെ പിന്തുണച്ച ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ UDFനെ പിന്തുണയ്ക്കുന്നുവെന്നേ ഉള്ളൂ എന്നും സാദിഖ് അലി തങ്ങൾ വിശദീകരിച്ചു. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിലും UDFനുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവർ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ല, അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ UDFന്റെ സ്ഥലങ്ങളിൽ അവരുമൊക്കെ ആയിട്ട് ധാരണയൊക്കെ താഴെത്തട്ടെ. ആ പിന്തുണ ഞങ്ങൾ നിരസിച്ചിട്ടില്ല. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ UDFന്റെ ആശയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമിയും SDPIയും മാറിയെന്ന വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. അവരുമായി ഇടതുപക്ഷം യാതൊരു നീക്കുപോക്കും നടത്തുന്നില്ലെന്നും MV ഗോവിന്ദൻ. കേരളത്തിലെ UDFന്റെ വർഗീയ ആശയ രൂപീകരണത്തിലെ നേതൃത്വവുമായിട്ട് നിലകൊള്ളുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമാണ്. ലീഗും അതുപോലെ കോൺഗ്രസും ചേർന്നിട്ട് ഇല്ല, ഒരു നീക്കുപോക്കുണ്ടായിട്ടില്ല. ഖാസിയാകാൻ യോഗ്യതയില്ലെന്ന ഉമർ ഫൈസി മുക്കത്തിന്റെ പരോക്ഷ വിമർശനത്തിന് ഇതാദ്യമായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ മറുപടി പറഞ്ഞു. തന്നെ ഖാസിയാക്കിയത് സമുദായ നേതൃത്വമാണെന്നും പ്രതികരണം. ഞാൻ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത് ഞാനത് അത്ര മനസ്സിലേക്ക് കൊടുക്കാറില്ല. ഈ പറയുന്ന ആളുകൾക്ക് ഓരോരോ സമയത്ത് അവരുടെ ചില മനോനിലയ്ക്കനുസരിച്ച് പറയുന്നതാകും. വിവരവും വിവേകവും പക്വതയുമുള്ള ആളുകളാണ് സമുദായ നേതൃത്വം. അപ്പോൾ അവരുടെ ആ പക്വത അനുസരിച്ച് അവരേൽപ്പിച്ചു. എനിക്ക് അതിന് യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. യോഗ്യതകൾ എത്ര ആളുകളുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ ലീഗ് MLA-മാരിൽ പലർക്കും സീറ്റുണ്ടാകില്ലെന്നും സാദിഖ് അലി തങ്ങൾ 24നോട് പറഞ്ഞു. ആളുകളുടെ പെർഫോമൻസും ജനങ്ങളുള്ള ബന്ധമൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ നമ്മൾ സ്ഥാനാർത്ഥികളെ വെക്കുക. അപ്പോൾ പലർക്കും ചിലപ്പോൾ പോകേണ്ടി വരും. ന്യൂസ് ഡെസ്ക് 24. തദ്ദേശ പോര് കടുക്കുന്നു.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ കണക്ക് പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്താകെ 75,632 സ്ഥാനാർത്ഥികളാണുള്ളത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മലപ്പുറത്താണ്. കാസർഗോഡാണ് കുറവ് സ്ഥാനാർത്ഥികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മത്സര ചിത്രം തെളിഞ്ഞിട്ടും മുന്നണികളിലെ അസ്വാരസ്യങ്ങൾ മാറുന്നില്ല. പലയിടത്തും വിമതശല്യം ഒഴിഞ്ഞിട്ടില്ല. സീറ്റ് ലഭിച്ചില്ലെന്നാരോപിച്ച് നേതാക്കളുടെ രാജിയും തുടരുകയാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചപ്പോൾ 35,000-ഓളം പേരാണ് മത്സരത്തിൽ നിന്ന് പിന്മാറിയത്. പടലപ്പിണക്കത്തെ തുടർന്ന് പത്രിക നൽകിയ നിരവധി പേർ പിന്മാറിയെങ്കിലും വിമതശല്യം പൂർണ്ണമായും ഒഴിയുന്നില്ല. കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി അനിത അനീഷ് പ്രതികരിച്ചു. മുൻ MP രമ്യ ഹരിദാസിന്റെ മാതാവാണ് പൂവാട്ടുപറമ്പ് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ ചരിത്രത്തിൽ തന്നെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. മുന്നോട്ട് വെച്ചകാലം ഇന്നോട്ട് വെക്കുന്നില്ലാന്ന്. മന്ത്രി VN വാസവനെ പുകഴ്ത്തിയ നേതാവ് ഉൾപ്പെടെ കോട്ടയത്ത് 9 വിമതരെ കോൺഗ്രസ് പുറത്താക്കി. സീറ്റ് തർക്കത്തെ തുടർന്ന് കാസർഗോഡ് കോൺഗ്രസിലുണ്ടായ തർക്കം പൊട്ടിത്തെറിയിലേക്കെത്തി. DCC അധ്യക്ഷൻ PK ഫൈസലിനെതിരെ ആരോപണമുന്നയിച്ച വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ രാജിവെച്ചു. 20 ലക്ഷം രൂപയ്ക്ക് സീറ്റ് വിറ്റെന്നാരോപിച്ച തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെ നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിറങ്ങിയ തൃശൂർ മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രനെ CPIM പ്രാഥമിക പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. എറണാകുളത്ത് നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ ജില്ലാ പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥി LC ജോർജ് നൽകിയ ഹർജി പരിഗണിക്കാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. തിരഞ്ഞെടുപ്പ് ട്രൈബ്യൂണലിനെ സമീപിക്കാനാണ് നിർദ്ദേശം. കണ്ണൂർ കോർപ്പറേഷനിലെ 2 വിമത സ്ഥാനാർത്ഥികളെയും ഇവരെ പിന്തുണച്ചവരെയും മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്തു. കൊച്ചി കോർപ്പറേഷനിൽ വിമത സ്ഥാനാർത്ഥി വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി സജി കബീറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കോർപ്പറേഷനിലെ മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് പാലാരിവട്ടം ഗിരിനഗർ വാർഡുകളിലെ UDF വിമതർ. ഇതിനിടെ പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച BJP മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കൊച്ചി കോർപ്പറേഷനിൽ കൗൺസിലറുമായിരുന്ന ശ്യാമള S പ്രഭു പാർട്ടി വിട്ടു. പാലക്കാട് അട്ടപ്പാടിയിൽ സ്ഥാനാർത്ഥിക്കെതിരെ വധഭീഷണി മുഴക്കിയെന്ന പരാതിയിൽ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജംഷീറിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നാണ് ആരോപണം. അതേസമയം സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാതിയിൽ BJP നേതാക്കൾക്കെതിരെ കേസെടുത്തു. ന്യൂസ് ഡെസ്ക് 24. വ്യത്യസ്തരായ നിരവധി സ്ഥാനാർത്ഥികളെ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് അതിലും വ്യത്യസ്തതയുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ്. ഓഫ് റോഡ് ഡ്രൈവിംഗിൽ മികവ് തെളിയിച്ച പാലക്കാരി റിയ ചീരാങ്കുഴിയും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് പോലെ രാഷ്ട്രീയത്തിലും മികവ് തെളിയിക്കാനാകുമെന്നാണ് ഈ ലേഡി ഓഫ് റോഡ് റൈഡർ പറയുന്നത്. കല്ലും മണ്ണും ചെളിയും നിറഞ്ഞ ദുർഘട പാതയിലൂടെ ജീപ്പ് ഓടിച്ച ഓഫ് റോഡ് റൈഡിൽ പെൺകരുത്ത് തെളിയിച്ച യുവതി. ആ കരുത്തുമായിട്ടാണ് റിയ ചീരാങ്കുഴി തെരഞ്ഞെടുപ്പിനിറങ്ങുന്നത്. പാലാ നഗരസഭയിലെ 8ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയുടെ കുപ്പായത്തിലാണ് റിയ മത്സരിക്കുന്നത്. വണ്ടികളോട് പണ്ടുതൊട്ടേ ഇഷ്ടമുണ്ടായിരുന്നു. അത് രക്തത്തിലുള്ള സാധനമാണ്. വീട്ടുകാർക്ക് അപ്പനും അപ്പൻ്റെ അനിയനൊക്കെ നേരത്തെ തൊട്ട് ഓഫ് റോഡ് ഇറങ്ങണതാണ്. അപ്പം അത് കണ്ടാണ് ഇതിലേക്ക് ഞാൻ വന്നത്. എല്ലാവർക്കും നല്ലൊരു ഇഷ്ടമാണ് വണ്ടി ഓടിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുമ്പം ഒരു മകളെ പോലെയൊക്കെയാണ് പലരും എൻ്റെ അടുത്ത് വന്ന് സമീപിക്കുന്നത്. അതൊക്കെ നല്ല സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഓഫ് റോഡ് റൈഡിനേക്കാൾ പ്രയാസമുള്ളതാണ് രാഷ്ട്രീയമെന്നാണ് റിയ പറയുന്നത്. എങ്കിലും തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. അപ്രതീക്ഷിതമായെത്തിയ സ്ഥാനാർത്ഥിത്വമാണെങ്കിലും ഒരു കൈ നോക്കാൻ തന്നെയാണ് തീരുമാനം. എല്ലാവരുടെയും എല്ലാ ആവശ്യത്തിനും കൂടെ ഒപ്പം പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഏത് ആവശ്യത്തിനും വിളിച്ചാലും അവരുടെ കൂടെ ഒപ്പം നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നെ കൊണ്ട് കഴിയും വിധം ഞാനത് എല്ലാവർക്കും ചെയ്തു കൊടുക്കും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ എല്ലാവർക്കും ഞാൻ തന്നെ ചെയ്തു കൊടുക്കും. നാടായിട്ട് നല്ലൊരു കണക്ഷനാണുള്ളത് വീട്ടുകാർക്ക്. അപ്പം ആ ഒരു ബന്ധത്തിൽ നാട്ടുകാരോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ചീരാങ്കുഴി ബിനോയുടെയും ആശയുടെയും മകളാണ് റിയ. വാഹനം ഓടിപ്പിക്കാൻ പഠിപ്പിച്ച അച്ഛൻ തെരഞ്ഞെടുപ്പിൽ എല്ലാ പിന്തുണയുമായി ഒപ്പമുണ്ട്. എത്രത്തോളം കരുത്തയാണ്? കുഴപ്പമില്ല, നല്ല കരുത്തുണ്ട്. കുഴപ്പമില്ല. റോഡിലും കുഴപ്പമൊന്നുമില്ല, ഓടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പാട്ട എല്ലാ വണ്ടി ഓടിച്ചോളൂ. എങ്ങനെയാണ് പഠിപ്പിക്കണമെന്ന് ഇങ്ങനെ തോന്നിയത്? തന്നെ അവർക്ക് ഇഷ്ടമായതുകൊണ്ട് ഈ ഫീൽഡിലോട്ട് തന്നെ പഠിച്ചിറങ്ങി വന്നതാണ്. ഈ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുമ്പോൾ
പേടി തോന്നുന്നു. ഇതുപോലെ തന്നെ ശോഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതുപോലെ തന്നെ ചോദിച്ചു പോക്കോളൂ. എല്ലാ പിന്തുണയുണ്ട്, എല്ലാ രീതിയിലും എല്ലായിടത്തുനിന്നും ഉണ്ട്. ഓഫ് റോഡ് റൈഡർ മാത്രമല്ല, പാലായിലെ സ്വകാര്യ സ്കൂളിൽ അധ്യാപിക കൂടിയാണ് റിയ മേരി ബിനോ എന്ന റിയ ചീരാങ്കുഴി. ഓഫ് റോഡ് ട്രാക്കിൽ കരുത്ത് തെളിയിച്ചതാണ്. ഇനി തെരഞ്ഞെടുപ്പ് ട്രാക്കിലാണ് പോരാട്ടം. എന്തായാലും തോറ്റുകൊടുക്കാൻ റിയ തയ്യാറായിട്ടില്ല. കോട്ടയത്ത് നിന്ന് ക്യാമറ പേഴ്സൺ അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. കണ്ണൂർ പയ്യന്നൂരിൽ പോലീസ് സംഘത്തിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ കേസിൽ നഗരസഭാ സ്ഥാനാർത്ഥി ഉൾപ്പെടെ 2 ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് 20 വർഷം തടവ്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം VK നിഷാദ്, പയ്യന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TCV നന്ദകുമാർ എന്നിവർക്കാണ് ശിക്ഷ. പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് VK നിഷാദ്. കൊലപാതക ശ്രമം, സ്ഫോടക വസ്തു സൂക്ഷിക്കൽ, സ്ഫോടക വസ്തു എറിയൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്ക് 20 വർഷം തടവും 2.5 ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചത്. ശിക്ഷ ഒന്നിച്ച് 10 വർഷം അനുഭവിച്ചാൽ മതിയാകും. ഇരുവരും കൊലപാതക കേസിലടക്കം നേരത്തെ പ്രതികളായതിനാൽ ശിക്ഷയിൽ ഇളവ് നൽകാനാകില്ലെന്ന് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വ്യക്തമാക്കി. MSF നേതാവ് അരിയിൽ ഷുക്കൂർ വധക്കേസിൽ അന്നത്തെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളുടെ ഭാഗമായായിരുന്നു ബോംബേറ്. പയ്യന്നൂർ SI ആയിരുന്ന KP രാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം സഞ്ചരിച്ച വാഹനത്തിനു നേരെയായിരുന്നു ബൈക്കിലെത്തിയ 4-അംഗ സംഘം ബോംബെറിഞ്ഞത്. പയ്യന്നൂർ നഗരസഭ 46-ാം ഡിവിഷനിലെ സ്ഥാനാർത്ഥി കൂടിയാണ് V നിഷാദ്. മത്സരിക്കാൻ തടസ്സമില്ലെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ നിഷാദ് അയോഗ്യനാകും. കണ്ണൂർ ജില്ലാ ജയിലിലേക്ക് മാറ്റിയ പ്രതികൾക്ക് കോടതിക്ക് മുന്നിൽ വെച്ച DYFI പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി അഭിവാദ്യമർപ്പിച്ചു. 24 കണ്ണൂർ. ലൈംഗികാരോപണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നിട്ടും കോൺഗ്രസ് നേതൃത്വത്തെ അവഗണിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് ശേഖരീപുരം വാർഡിൽ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടി വീടുകൾ കയറി. അതേസമയം മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഗർഭഛിദ്രത്തിനിരയായ പെൺകുട്ടി. പെൺകുട്ടിയെ ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനും നിർബന്ധിക്കുന്ന ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റും ഉൾപ്പെടെ ഇന്നലെ പുറത്തുവന്നതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വീണ്ടും സജീവ ചർച്ചയായത്. പെൺകുട്ടി പരാതി നൽകിയാൽ ലൈംഗികാരോപണ വിവാദം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി തുടർ നീക്കങ്ങളിലേക്ക് കടക്കും. തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലുണ്ടായ പുതിയ വിവാദത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തമായ മറുപടിയില്ല. ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആ നടപടി ഇപ്പോൾ നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിനെതിരായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല. സസ്പെൻഷൻ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. പാർട്ടി വേദിയിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് ഞങ്ങളാരും ക്ഷണിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, തിരിച്ചെടുത്തിട്ടില്ല. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളുണ്ട്. ആ കേസുകളൊന്നും അന്വേഷിച്ച് മുന്നോട്ട് വന്നിട്ടില്ലല്ലോ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇവരെ പ്രതികരിക്കേണ്ട കാര്യമില്ല. അത് അവിടുത്തെ നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാരാണ് നോക്കേണ്ടത്. അങ്ങനെ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥാനമില്ല. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തുമെന്നും തന്നോട് ആരും പ്രചാരണത്തിന് ഇറങ്ങേണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് നഗരസഭയിലെ ശേഖരീപുരം വാർഡിൽ UDF സ്ഥാനാർത്ഥി ലിജിക്ക് വേണ്ടി പ്രചരണത്തിനെത്തിയപ്പോഴായിരുന്നു പ്രതികരണം. എല്ലാ നേതാക്കന്മാരുടെയും പ്രതികരണം ഞാൻ കേട്ടു. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഞാൻ ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല, പോകാനും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വേണ്ടി വീട് കയറിയ ആളുകളെന്ന നിലയിൽ ആ ആളുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉറപ്പായും അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. മാധ്യമങ്ങൾക്കുള്ള പ്രയാസത്തെ തൽക്കാലം കാണാൻ ഉദ്ദേശിക്കുന്നില്ല. അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി കളയാൻ സമയമില്ല എന്നായിരുന്നു CPIM നേതാവ് NN കൃഷ്ണദാസിന്റെ പരിഹാസം. വിഷയത്തിൽ കോൺഗ്രസ് ഇരട്ടത്താപ്പെന്നും BJP പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും പ്രതികരിച്ചു. 24 പാലക്കാട്. ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്തുണച്ച് K സുധാകരൻ MP. രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ്. താൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിശ്വസിക്കുന്നില്ല. രാഹുൽ കോൺഗ്രസിൽ സജീവമായി രംഗത്ത് വരണമെന്നും K സുധാകരൻ പറഞ്ഞു. വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി CPM BJP-ക്കാർ നടത്തുന്ന ഒരു ശ്രമമാണ് അതിൻ്റെ പിറകിൽ. ഒരു സത്യാവസ്ഥയും അതിൻ്റെ അകത്തില്ല. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ് അവൻ. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടിയെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവനെ വിളിച്ചു, ഇന്നലെ സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല. അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവ വേദിയിൽ ഭാരതാംബ ചിത്രത്തെ ചൊല്ലി തർക്കം. ദേശീയ അധ്യാപക പരിഷത്ത് സ്ഥാപിച്ച ബാനറിലാണ് ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെട്ടത്. ഇതിനെതിരെ SFI DYFI പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി.
പ്രവർത്തകർ തന്നെ ബാനർ അഴിപ്പിച്ചു. ഈ വർഷം ഒരു പുതുമ എന്ന രീതിയിൽ ഇവിടെ BJP നേതൃത്വം കൊടുക്കുന്ന NTU എന്ന് പറയുന്ന അധ്യാപക സംഘടന അവരുടെ മുഴുവൻ ഫ്ലെക്സുകളിലും കാവിക്കൊടി പിടിച്ച ഒരു സ്ത്രീയുടെ പടം അതിനകത്തെല്ലാം അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് SFIക്കും DYFIക്കും യാതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ 4-5 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളെല്ലാവരും കണ്ടതാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളും എല്ലാ നാട്ടുകാരുടെയും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമുണ്ട്. രാജ്ഭവനിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ കാവിക്കൊടി പിടിച്ച ഒരു സ്ത്രീയുടെ പടം കൊണ്ടുവച്ച് ഇതിന്റെ പേരിൽ SFIയും DYFIയും നിരന്തരമായി സമരങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ കലോത്സവം നടക്കുമ്പോൾ ഈ അഞ്ചല് ഇത്തരത്തിലൊരു ഈ കലോത്സവത്തെ ഒരു കലാപഭൂമിയാക്കി മാറ്റാനാണ് ഇവിടുത്തെ BJP സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. സ്റ്റേജ് പന്തൽ കമ്മിറ്റിയുടേതായിരുന്നു ദേശീയ അധ്യാപക പരിഷത്ത് സ്ഥാപിച്ച ബാനർ. ഞങ്ങൾ ഏറ്റവും പവിത്രമായി കാണുന്ന ഈ നാട്, ഇത് ഞങ്ങളുടെ അമ്മയാണ്. അതിനെ ഞങ്ങൾ അമ്മയായിട്ടാണ് കാണുന്നത്. അതിന്റെ പ്രതീകമെന്ന നിലയിലാണ് ഞങ്ങൾ ഭാരതാംബയെ അംഗീകരിക്കുകയും പൂജിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. അത് ഞങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതിൽ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെതിരായ CPIM സംഘടനാ നടപടി വൈകും. പാർട്ടിതല നടപടി കുറ്റപത്രം സമർപ്പിച്ച ശേഷം മതിയെന്നാണ് ധാരണ. സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിയിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം A. പത്മകുമാറിനെതിരെ തൽക്കാലം സംഘടനാ നടപടി വേണ്ടെന്ന് വെള്ളിയാഴ്ച നടന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം തീരുമാനിച്ചിരുന്നു. ഇന്ന് ചേർന്ന പത്തനംതിട്ട ജില്ലാ നേതൃയോഗത്തിലും സംസ്ഥാന നേതൃത്വം ഈ നിലപാട് ആവർത്തിച്ചു. പാർട്ടി വിശ്വസിച്ചേൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പത്മകുമാറിന് വീഴ്ചയുണ്ടായെന്ന് തുറന്നു പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപത്രം വന്ന ശേഷമേ അച്ചടക്ക നടപടി സ്വീകരിക്കൂവെന്നും വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമേ കുറ്റപത്രം നൽകുകയുള്ളൂ എന്നതും ഈ തീരുമാനത്തിന് CPIMനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രതിനിധികളാക്കപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ ആവശ്യമായ സംഘടനാ നടപടിയും നിലപാടുകളും പാർട്ടി സ്വീകരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയും പാർട്ടി ചെയ്യുമെന്ന് ധരിക്കേണ്ടിയില്ല. സ്വർണ്ണക്കൊള്ളയിൽ പിടിയിലായ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ CPIMന് ഭയമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മോഷണ കേസിൽ പ്രതികളാണ് അറിയപ്പെടുന്ന 2 CPM നേതാക്കന്മാർ. ആ പാർട്ടി ഒരു നടപടി എടുത്തോ? നടപടി എടുക്കാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? അവര് പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർക്കെതിരായി മൊഴി കൊടുക്കുമെന്നുള്ള പേടിയാണ്. അതാണ് അറസ്റ്റ് പിന്നാലെ പത്മകുമാറിനെതിരെ സംഘടനാ നടപടി കൂടി വന്നാൽ സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്വം പാർട്ടിയുടെ തലയിലാകുമോ എന്ന ആശങ്കയിലാണ് അച്ചടക്ക നടപടി നീട്ടിവെക്കുന്നതെന്നും സൂചനയുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമല സന്നിധാനത്തെ അന്നദാനത്തിന് ഇനി കേരള സദ്യ. പുലാവും സാമ്പാറും ഇനി ഭക്തർക്ക് വിളമ്പില്ല. പായസവും പപ്പടവും അടങ്ങിയ സദ്യയാകും നൽകുകയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന ആദ്യ സമ്പൂർണ്ണ ദേവസ്വം ബോർഡ് യോഗത്തിൽ സുപ്രധാന തീരുമാനങ്ങളാണ് ഉണ്ടായത്. ശബരിമല സന്നിധാനത്തെ അന്നദാനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ ഇടപെടൽ. അന്നദാനത്തിന് പുലാവും സാമ്പാറും ഇനി വിളമ്പില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. പകരം പായസവും പപ്പടവും അടങ്ങിയ സദ്യ. സദ്യ എന്ന് പറഞ്ഞാൽ വെറും സദ്യയല്ല, വിത്ത് പപ്പടത്തോടും പായസത്തോടും കൂടിയ സദ്യ ഈ അയ്യപ്പന്മാർക്ക് കൊടുക്കുക. പന്തളത്തെ അന്നദാനം മെച്ചപ്പെടുത്തുന്നതിന് 10 ലക്ഷം രൂപ അഡ്വാൻസും അനുവദിച്ചു. അടുത്ത വർഷത്തെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മാസ്റ്റർ പ്ലാൻ അവലോകനം ചെയ്യും. 1 വർഷത്തിനുള്ളിൽ മാസ്റ്റർ പ്ലാനിലെ ഏത് വികസന പദ്ധതി നടപ്പാക്കാൻ സാധിക്കുമെന്ന് വിലയിരുത്തും. മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ഉടൻ വിളിച്ചു ചേർക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പോലീസും ദേവസ്വവുമായുള്ള ഏകീകരണം മെച്ചപ്പെട്ടു. എരുമേലിയിൽ സ്പോട്ട് ബുക്കിംഗ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും K. ജയകുമാർ പറഞ്ഞു. 24 തിരുവനന്തപുരം. അയോധ്യ രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങ് നിർവഹിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാമക്ഷേത്രത്തിന് 191 അടി ഉയരമുള്ള ഗോപുരത്തിൽ പ്രധാനമന്ത്രി കാവ്യ പതാക ഉയർത്തി. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായിരുന്നു ചടങ്ങ്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ പ്രതീകമായി ക്ഷേത്രഗോപുരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തി. 10 അടി ഉയരവും 20 അടി വീതിയുമുള്ള പതാക, സൂര്യ അടയാളവും ഓം ചിഹ്നവും പതാകയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. 190 അടി ഉയരത്തിലുള്ള ഗോപുരത്തിലാണ് പതാക ഉയർത്തിയത്. RSS മേധാവി മോഹൻ ഭഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, RSS BJP നേതാക്കൾ, 108 ആചാര്യന്മാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
കൊടിമരം സ്വപ്നങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി. सियावर रामचंद्र की जय सिया राम. संपूर्ण भारत, संपूर्ण विश्व राममय है. श्री राम परिवार का दिव्य प्रताप इस धर्म ध्वजा के रूप में इस दिव्यतम भव्यतम मंदिर में प्रतिष्ठापित हुआ है. സാക്കേത് കോളേജിൽ നിന്നും അയോധ്യയിലേക്ക് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തി. സപ്തമന്ദിരത്തിലും ശേഷാവതാര ക്ഷേത്രത്തിലും മാതാ അന്നപൂർണാദേവി ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി ദർശനം നടത്തി. 5 വർഷവും 3 മാസവും കൊണ്ടാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രധാന മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. 2020 ക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടതും പ്രാണപ്രതിഷ്ഠ നടത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. 24 ഡൽഹി. ഇന്ത്യൻ വനിതയെ ചൈന തടഞ്ഞുവെച്ച സംഭവത്തിൽ ഇതുവരെയും കൃത്യമായ വിശദീകരണം ലഭിച്ചിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. മറ്റു രാജ്യങ്ങളിലെ പൗരന്മാർക്ക് 24 മണിക്കൂർ വരെ വിസ വേണ്ടെന്ന സ്വന്തം ചട്ടം ചൈന തന്നെ ലംഘിക്കുന്നു. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ പ്രധാന ഘടകമാണെന്നും ചൈന എത്ര നിഷേധിച്ചാലും ഈ യാഥാർത്ഥ്യം മാറില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സമൂഹ മാധ്യമത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വധഭീഷണി മുഴക്കിയ കന്യാസ്ത്രീക്കെതിരെ കേസെടുത്ത് സൈബർ പോലീസ്. അഭിഭാഷകയും കന്യാസ്ത്രീയുമായ ടീന ജോസിനെതിരെയാണ് കേസെടുത്തത്. ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോയ്ക്ക് കമന്റായാണ് ടീന വധഭീഷണി മുഴക്കിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് 140 അടിയായി ഉയർന്നു. നിലവിലെ റൂൾ കർവ് പരിധി അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷിയായ 142 അടിയാണ്. നിലവിൽ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും കൂട്ടി. പരമാവധി സംഭരണശേഷിയിലും കൂടുതൽ ജലനിരപ്പ് ഉയർന്നാൽ സ്പിൽവേ ഷട്ടറുകൾ വഴി പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കും. ഇതിന്റെ ഭാഗമായി തമിഴ്നാട് കേരളത്തിന് ആദ്യ മുന്നറിയിപ്പ് നൽകി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ടിവികെ അധ്യക്ഷൻ വിജയിയെ രൂക്ഷമായി വിമർശിച്ച് DMK. വിജയ്ക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ താൽപര്യമില്ലെന്നും മുഖ്യമന്ത്രിയാവുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളതെന്നും DMK വക്താവ് TKS ഇളങ്കോവൻ 24നോട് പറഞ്ഞു. അതിനിടെ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന സൂചന നൽകി മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം രംഗത്തെത്തി. കാഞ്ചീപുരത്തെ വിജയുടെ വിമർശനത്തിനാണ് DMKയുടെ മറുപടി. വിജയ്ക്ക് മുഖ്യമന്ത്രിയാകണമെന്ന താല്പര്യം മാത്രം, ജനങ്ങളോട് താല്പര്യമില്ല. കരൂരിലെത്താൻ വൈകിയതിനെക്കുറിച്ച് വിജയ് ഇതുവരെ ഒന്നും പറഞ്ഞില്ലെന്നും TKS ഇളങ്കോവൻ. Vijay has to attack DMK because his only ambition is not the people of Tamil Nadu. He doesn't care for the people of Tamil Nadu. He wants to become chief minister. It is his own wish. BJPക്കെതിരെ വിജയ് ഒന്നും പറയില്ല. കരൂരിൽ CBI അന്വേഷണം വന്നതോടെ വിജയ് നിശബ്ദനായെന്നും TKS ഇളങ്കോവൻ പറഞ്ഞു. അതിനിടെ അണ്ണാ DMKയിൽ നിന്ന് പുറത്താക്കിയ മുൻമന്ത്രി KS സെങ്കോട്ടയ്യൻ തമിഴക വെട്രി കഴകത്തിൽ ചേർന്നേക്കുമെന്ന് സൂചന. നാളെയോ മറ്റന്നാളോ അംഗത്വമെടുത്തേക്കും. ഇതിനിടെ അണ്ണാ DMKയ്ക്ക് അന്ത്യശാസനവുമായി മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവവും രംഗത്തെത്തി. 20 ദിവസങ്ങൾക്കുള്ളിൽ പാർട്ടിക്ക് പുറത്തുള്ളവരെല്ലാം ചേർത്ത് ഒരുമിച്ച് മുൻപോട്ട് പോകാനുള്ള തീരുമാനമെടുക്കണം. അല്ലാത്തപക്ഷം ഡിസംബർ 15-ന് ചരിത്രപരമായ തീരുമാനം പ്രഖ്യാപിക്കുമെന്നും ഒ പനീർശെൽവം പറഞ്ഞു. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.